ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇത് നമ്മുടെ ട്യൂസ്ഡേയുടെ Q&A ആണ്. മെയിൻ ആയിട്ട് നമ്മൾ ഈ പ്രാവശ്യം 3 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിന്റെ ബേക്കിലുള്ള കറുപ്പ് അത് എന്തുകൊണ്ട് വരുന്നു, അത് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ പറ്റിയിട്ട്. രണ്ടാമത് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഏതൊക്കെ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് മിക്സ് ചെയ്യാം, ഏതൊക്കെ മിക്സ് ചെയ്തുകൂടെ, മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്ത്, മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡീമെറിറ്റ്സ് എന്ത് എന്നുള്ളതിനെ പറ്റിയിട്ട്. മൂന്നാമത് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ചില ഇൻഗ്രീഡിയൻസ് നമുക്ക് ഫേസ് വാഷിലായിരിക്കും നല്ലത്, ചില നമ്മൾ സെറത്തിലായിരിക്കും നല്ലത്, ചില നമുക്ക് മോയ്സ്ചറൈസറിലായിരിക്കും നല്ലത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് കൂടെ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ കഴുത്തിന്റെ ബേക്കിലുള്ള ആ കറുപ്പ് എല്ലാ പ്രാവശ്യവും അഴുക്കാകണമെന്നില്ല. അത് വേറെ പല കാരണങ്ങൾ കൊണ്ടുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ ആവാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സൺ എക്സ്പോഷർ കാരണം നമ്മുടെ കഴുത്തിന്റെ ബേക്ക് ഒരുപാട് എക്സ്പോഷർ കാരണം നമ്മളത് പ്രോപ്പറായിട്ട് ആ ടാനിങ് റിമൂവ് ചെയ്തില്ലെങ്കിൽ അത് കാരണം നമുക്ക് അതൊരു കറുപ്പായിട്ട് തോന്നും. രണ്ടാമത് ഹോർമോണൽ ചേഞ്ച്. ഇത് കൂടുതലും കാണപ്പെടുന്ന പ്രഗ്നന്റ് ആയിട്ടുള്ള വിമൻസിനാണ്. നമ്മുടെ പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരും. ആ സമയത്ത് പ്രഗ്നൻസി മാസ്ക് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകും. ആ സമയം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മുഖം കഴുത്ത് വിഭാഗങ്ങളിലെ കറുപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മൂന്നാമത്തേന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ കണ്ടീഷൻസ്, അതായത് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്, ഡെർമറ്റൈറ്റിസ് നെഗ്ലെക്റ്റ, അല്ലെങ്കിൽ ലൈക്കൻ പ്ലാനറ്റ്സ്, ഇതുപോലെയുള്ള കണ്ടീഷൻസ് കാരണം നമുക്ക് ഒരു കറുപ്പ് വരാം. ഇതിനകത്ത് ഡെർമറ്റൈറ്റിസ് നെഗ്ലെക്റ്റയാണ് നമ്മൾ ഈ പൂർ ആയിട്ടുള്ള ഹൈജീൻ, അതായത് പ്രോപ്പറായിട്ട് കുളിച്ച് കഴിയില്ല എന്നുണ്ടെങ്കിൽ വരുന്ന കണ്ടീഷൻസ്. നാലാമത്തേന്ന് വെച്ചാൽ എൻഡോക്രൈൻ ഡിസോർഡേഴ്സ്, അതായത് നമ്മൾ ഒബിസിറ്റി, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡാമേജസ് കാരണം നമ്മുടെ ഉണ്ടാകുന്ന ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ് ഈ എൻഡോക്രൈനിൽ വരുന്നത്. അഞ്ചാമത്തേന്ന് വെച്ചാൽ നമ്മുടെ ഇൻസുലിൻ ലെവലിന്റെ ടോളറൻസിന്റെ ചേഞ്ചസ് കാരണം, അതായത് നമ്മുടെ ഡയബറ്റിക് മെലിറ്റസ് അല്ലെങ്കിൽ PCOS ഉള്ള സ്ത്രീകൾക്കൊക്കെയാണ് ഈ ഒരു കണ്ടീഷൻ കാരണം നമുക്കൊരു ഹൈപ്പർ പിഗ്മെന്റേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലായിട്ടുണ്ടാകുന്നു. അടുത്തതെന്ന് വെച്ചാൽ ഫ്രിക്ഷൻ, അതായത് നമ്മൾ നല്ല സ്ഥിരം കഴുത്തിൽ മാല ഇടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഹൈ കോളർ ഷർട്ട്സ് ഒക്കെ ഇടുന്ന ആൾക്കാർ, ഡ്രസ്സസ് ഇടുന്ന ആൾക്കാർക്ക് ആ ഒരു ഫ്രിക്ഷൻ കാരണം നമുക്കൊരു ഹൈപ്പർ പിഗ്മെന്റേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ കഴുത്തിന്റെ ബേക്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും കുറെ ചകിരി കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഈഞ്ച കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ലോഫ കൊണ്ടോ തേച്ച് കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പോവത്തില്ല. ഇതിനകത്ത് ഏതാണ് നമുക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പോകത്തുള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് ടാനിങ് ആണില്ലെങ്കിൽ, അതായത് സൺ എക്സ്പോഷർ കാരണമാണ് നിങ്ങൾക്ക് ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക്നെസ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് അവിടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗ്ലൈക്കോസിക്സിന്റെ ക്രീമില്ലേ, അത് നമ്മുടെ കഴുത്തിന്റെ ബേക്കിൽ അപ്ലൈ ചെയ്യാം. നൈറ്റിൽ അപ്ലൈ ചെയ്യുക, മോർണിംഗിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ പോകും. പിന്നെ ഗ്ലൈക്കോസിക്സ് യൂസ് ചെയ്യുമ്പോൾ ഡെയിലി ഫസ്റ്റ് ടൈം തന്നെ ഡെയിലി യൂസ് ചെയ്യരുത്. ഫസ്റ്റ് നമ്മൾ വീക്ക്ലി 2 പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യുക. അങ്ങനെ ഗ്രാജുവലി യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ ഹോർമോണൽ ചേഞ്ചസ് കാരണമാണെന്നുണ്ടെങ്കിൽ, അതായത് പ്രഗ്നൻസിയുടെ സമയത്തൊക്കെയാണ് ഇത് വരുന്നതെങ്കിൽ, പ്രഗ്നൻസി മാറുമ്പോഴത്തേക്ക് അത് മാറിപ്പോവുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് അത് ലൈക്ക് എന്തെങ്കിലും ചെറിയ ലൈറ്റനിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾക്ക് അസലിക് ആസിഡ് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം അസലിക് ആസിഡ് പ്രഗ്നൻസി സേഫ് ആണ്. അതേസമയം നിങ്ങളുടെ പ്രഗ്നൻസിയുടെ സമയത്ത് നിങ്ങളുടെ മുഖത്ത് ഒരുപാട് മോക്കുരു ഉണ്ടെങ്കിൽ അത് മാറ്റാനും നമുക്ക് ഈ അസലിക് ആസിഡ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രഗ്നൻസി മാസ്ക് ഉള്ള ടൈമിൽ, അതായത് നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് മുഖം ഒന്ന് കറക്കാൻ ചാൻസ് ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് അസലിക് ആസിഡ് യൂസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൻ കണ്ടീഷൻസ്, അതായത് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്, അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ കഴുത്തിന്റെ ബേക്ക് കട്ടിയാക്കുന്ന, അതായത് നമ്മുടെ തൊലികൾക്ക് കട്ടി കൂടുന്ന ടൈമിൽ ആ കട്ടി കാരണം നമുക്കൊരു കറുപ്പ് തോന്നുന്നതാണ്. അത് കൂടുതലും റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻസുലിൻ്റെ സമയത്താണ്. അതായത് നമ്മൾ ഇൻസുലിൻ ഇൻടോളറൻസ് വരുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷൻ, അത് ഞാനത് അപ്പം പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് 2 റീസൺ ആണ്. ഒന്നെന്ന് വെച്ചാൽ ഡെർമറ്റൈറ്റിസ് നെഗ്ലെക്റ്റിക്ക, അതായത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരം ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നൊരു കണ്ടീഷനാണ് ഡെർമറ്റൈറ്റിസ് നെഗ്ലെക്റ്റിക്ക. അതാണ് നിങ്ങൾക്കില്ലെങ്കിൽ പ്രോപ്പറായിട്ട് അഴുക്കാണ്, നിങ്ങൾ പ്രോപ്പറായിട്ട് ബോഡി വാഷ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ ഷാമ്പൂ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും മിസ്സാവുന്നൊരു ഭാഗമാണ് കഴുത്തിൻ്റെ ബേക്ക്, പ്രത്യേകിച്ചും ഹെയർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പ്രോപ്പറായിട്ട് കഴുത്ത് നേരെ കുളിച്ച് തന്നെ കഴുകുക എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ലോഫയോ ഇഞ്ചയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷസ് യൂസ് ചെയ്താൽ മതി. മാത്രമല്ല വീക്കിലി ഒരു എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബുകൾ യൂസ് ചെയ്താലും മതി. ഈ ഇഞ്ച് നഴിക്കാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് ഒരുപാട് ഹാർഷ് ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കഴുകുന്ന സമയത്ത് അവിടെ ഒരുപാട് ഇട്ട് ഉരയ്ക്കുമ്പോഴത്തേക്ക് അവിടെ എന്തെങ്കിലും മുറിവ് വന്നാൽ വീണ്ടും ഹൈപ്പർ പിഗ്മെന്റേഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഈ ലൈക്കൻ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അത് നമ്മുടെ ബോഡി
സ്കിന്നിന് തന്നെ ഉണ്ടാകുന്ന ഒരു ഡിസീസാണ്. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. നമുക്ക് ആൻറ്റി അലർജിക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ലൈക്കൻ പ്ലാന്റ്സ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകത്തുള്ളൂ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. പിന്നെ ഈ ഫ്രിക്ഷൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ രാത്രി മാല ഇട്ടിട്ട് കിടക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ മാല ഊരി വെച്ചിട്ട് കിടക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾ ഹൈ കോളർ മറ്റേ നമ്മുടെ കോളറൊക്കെ ഇട്ട് ഒരുപാട് കോളറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇന്നേഴ്സ് യൂസ് ചെയ്യുക. കാരണം തീരെ ഫ്രിക്ഷൻ ഇല്ലാണ്ടാകുമ്പോഴത്തേക്ക് അത് പോവും. പിന്നെ അത് വന്നത് മാറ്റാനായിട്ട് നമുക്ക് ഗ്ലൈക്കോസിക്സ് നേരത്തെ പറഞ്ഞ പോലെ യൂസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഒബിസിറ്റി അതല്ലെങ്കിൽ ഇൻസുലിൻ ഡെഫിഷ്യൻസി, ഇൻസുലിൻ കാരണം അല്ലെങ്കിൽ PCOS ഒക്കെ ആണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ജനറൽ ഡോക്ടറിനെ കണ്ടിട്ട് അവരുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മാറുന്നതിനോടൊപ്പം നമുക്കിത് മാറുകയും ചെയ്യും. ഇത് നമുക്കിതിന് എക്സ്ട്രാ കെയർ കൊടുക്കാനായിട്ട് നിങ്ങൾ ഗ്ലൈക്കോസിക്സ് ക്രീമും സൺസ്ക്രീനും യൂസ് ചെയ്താൽ മതി. കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാൻ ഏറ്റവും നല്ലത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, അസലിക് ആസിഡ് ഒക്കെ തുടങ്ങിയ സാധനങ്ങൾ, ട്രാൻഎക്സാമിക് ആസിഡ് ഒക്കെ. അപ്പോൾ നമുക്ക് ഡെയിലി ബേസിൽ ഈ സാധനങ്ങൾ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ അസലിക് ആസിഡ് മാത്രം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും സിറംസ് നമ്മുടെ കഴുത്തിന്റെ ബെക്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. പിന്നെ വീക്ക്ലി വൺസോ ട്വൈസോ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാം. പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കോജിക് ആസിഡോ ആൽഫ ആർബിറ്റിനോ ഒക്കെ യൂസ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ കഴുത്തിന്റെ ബാക്കിൽ കറുപ്പുള്ള ആൾക്കാർ ഈ പറയുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അത് മാറ്റാനായിട്ട് നമ്മൾ ബോഡി കെയറിലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ബോഡി വാഷ് എപ്പോഴും ഒരു AHA/BHA ബോഡി വാഷ് യൂസ് ചെയ്യുക. വീക്കിലി വൺസോ ട്വൈസ് ഒരു ഫിസിക്കൽ സ്ക്രബ് ഇട്ട് അവിടെ നന്നായിട്ടൊന്ന് ഫിസിക്കൽ ബോഡി ഒന്ന് വാഷ് ചെയ്തെടുക്കുക, സ്ക്രബ് ചെയ്തെടുക്കുക. പിന്നെ വീക്കിലി വൺസോ ട്വൈസോ രാത്രി ഗ്ലൈക്കോസിക്സ് ക്രീം യൂസ് ചെയ്യുക. 4 മസ്റ്റായിട്ട് സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഡെയിലി കോജിക് ആസിഡോ അസലിക് ആസിഡോ അങ്ങനെ ഏതെങ്കിലും ഒരു സിറമോ അല്ലെങ്കിൽ കോജിക് ആസിഡിന്റെ ക്രീമോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ ചേഞ്ച് ഉണ്ടാവും. പക്ഷെ അതിൻ്റെ കൂടെ എന്തുകൊണ്ടാണോ നിങ്ങൾക്ക് ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വന്നത് അത് മാറാനും കൂടെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഏതൊക്കെ ഒരുമിച്ച് മിക്സ് ചെയ്യാം, ഏതൊക്കെ ഒരുമിച്ച് മിക്സ് ചെയ്തിടാം എന്നുള്ളത്. അത് തന്നെയാണ് നമ്മൾ സ്കിൻ കെയർ ലെയറിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും വിറ്റാമിൻ സിയും റെറ്റിനോളും ആന്റി ഓക്സിഡന്റ് നല്ലതാണ്. അതുപോലെ നമ്മുടെ സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ് ഒക്കെ നമ്മുടെ എന്താ പറയുന്ന എക്സ്ഫോളിയേഷൻ നല്ലതാണ്. നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഗ്ലോ ആക്കി വെക്കാൻ, ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ ഇതൊക്കെ നമ്മുടെ മൊത്തം ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാൻ നല്ലതാണ് എന്നൊക്കെ പറയും. നയാസിനമൈഡ് ഹൈഡ്രേഷൻ ഇൻഗ്രീഡിയന്റ് ആണ്. മാത്രമല്ല ചെറിയ ചെറിയ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റം ഹൈലൂറോണിക് ആസിഡ് ഹൈഡ്രേഷൻ നല്ലതാണ് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയും. പക്ഷെ ഇതിനകത്ത് ഏതൊക്കെ ഒരുമിച്ച് മിക്സ് ചെയ്യാം, മിക്സ് ചെയ്തുകൂടാന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം മിക്സ് ചെയ്യുമ്പോൾ ചില സാധനം നല്ല റിസൾട്ട് കിട്ടും. പക്ഷെ ചില നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റിനേക്കാളും കൂടുതൽ നമുക്ക് സൈഡ് എഫക്ട്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അതിനെ പറ്റി പറയാം. ഫസ്റ്റ് നമുക്ക് മിക്സ് ചെയ്യാവുന്നതിനെ പറ്റി പറയാം. വിറ്റാമിൻ സിയും നയാസിനമൈഡും കൂടി മിക്സ് ചെയ്യണം എന്ന് വെച്ചോ, നല്ല കോമ്പിനേഷനാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ വിറ്റാമിൻ സി, പ്രത്യേകിച്ച് ഓപ്പൺ പോസ് ഉള്ള ആൾക്കാർക്ക് വിറ്റാമിൻ സി നമുക്ക് സ്കിന്നിന് ബ്രൈറ്റ്നസ് തരും. അതൊരു ആന്റി ഏജിങ് ഇൻഗ്രീഡിയന്റ് ആണ്. നയാസിനമൈഡ് നമ്മുടെ ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കുറയ്ക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയന്റ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വിറ്റാമിൻ സിയും കോജിക് ആസിഡും. ഇതും നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള ആൾക്കാരാണ്, പക്ഷെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോ ഡാമേജ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിറ്റാമിൻ സിയും കോജിക് ആസിഡോ അല്ലെങ്കിൽ ആൽഫ ആർബിറ്റിനോ അല്ലെങ്കിൽ അസലിക് ആസിഡോ അല്ലെങ്കിൽ ട്രാൻഎക്സാമിക് ആസിഡിന്റെ കൂടെ വിറ്റാമിൻ സി മിക്സ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണ്, നിങ്ങൾക്ക് ഹൈഡ്രേഷൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈലൂറോണിക് ആസിഡും വിറ്റാമിൻ സിയും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യാം. പക്ഷെ ഫസ്റ്റ് വിറ്റാമിൻ സി യൂസ് ചെയ്യുക, അതിനുശേഷം സ്കിന്നിനകത്ത് ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സ് ഏതെങ്കിലും യൂസ് ചെയ്തതിന് ശേഷം നയാസിനമൈഡ് ടോണറോ റൈസ് വാട്ടർ ടോണറോ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഹൈലൂറോണിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹൈഡ്രേഷനും കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ടാൻഡ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്, നിങ്ങൾക്ക് ടാനിങ് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ആൽഫ ആർബിറ്റിനും നയാസിനമൈഡും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടാനിങ് കുറച്ചും കൂടി ഈസിലി പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും. നമ്മൾ മിക്സ് ചെയ്യാവുന്നതിനകത്തുള്ള സാധനമാണ് റെറ്റിനോൾസും പെപ്റ്റൈഡ്സും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആന്റി ഏജിങ് റൊട്ടീൻ നൈറ്റിൽ കിട്ടുകയും ചെയ്യും. എൻ്റെ ഫേവറേറ്റ് മിക്സിങ് കോമ്പോണന്റ് നൈറ്റില. പിന്നെ ഞാൻ ഈ മിക്സ് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് കയ്യിലെടുത്തിട്ട് സ്മൂത്തി ആയിട്ട് മിക്സ് ചെയ്യണം എന്നല്ല. ഫസ്റ്റ് ഒരെണ്ണം അപ്ലൈ ചെയ്യുക, പിന്നെ അതിനുശേഷം ഒരു 30 സെക്കൻഡ് ഗ്യാപ്പ് അടുത്ത അപ്ലൈ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്മൂത്തി ആയിട്ട് അപ്ലൈ ചെയ്യണം എന്നല്ല. ഇനി നിങ്ങൾക്ക് മിക്സ് ചെയ്തുകൂടാത്തതെന്ന് വെച്ചാൽ റെറ്റിനോൾസും എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസും, അതായത് നമ്മുടെ സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡും റെറ്റിനോൾസും കൂടെ നമ്മൾ ഒരുമിച്ച് വെക്കാറില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് രണ്ടും സ്കിൻ ഡ്രൈയിങ് ഏജന്റ് ആണ്. മാത്രമല്ല ഇത് രണ്ടും കുറച്ച് അസിഡിക് നേച്ചറുള്ള സാധനമാണ്. അപ്പോൾ രണ്ട് അസിഡിക് നേച്ചറുള്ള സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് നമ്മുടെ സ്കിന്നിലോട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ എക്സ്ട്രീംലി ഡ്രൈ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ഇതുപോലെ അങ്ങനത്തെ സാധനങ്ങൾ ഒരിക്കലും മിക്സ് ചെയ്യാറില്ല. അതുപോലെയാണ് നമ്മൾ റെറ്റിനോളും വിറ്റാമിൻ സിയും.
അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് സ്കിൻ കെയറിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല? പറ്റും. ഫസ്റ്റ് മോർണിംഗിൽ നിങ്ങൾക്ക് വിറ്റാമിൻ സി യൂസ് ചെയ്യാം, നൈറ്റിൽ റെറ്റിനോൾ യൂസ് ചെയ്യാം. പക്ഷെ രണ്ടും ഒരുമിച്ച് പിന്നെ ഒരുമിച്ച് ഫോർമുലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള സാധനമാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ രണ്ട് സെപ്പറേറ്റ് ബോട്ടിലിനകത്തുള്ള റെറ്റിനോളും വിറ്റാമിൻ സിയും കൂടെ നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ വിറ്റാമിൻ സിയുടെ കോമ്പൗണ്ട് പെട്ടെന്ന് നശിച്ചു പോകും റെറ്റിനോളിന് ഇപ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇത് രണ്ട് നമ്മുടെ സ്കിന്നിൽ ഒരുമിച്ച് ബാലൻസ് ചെയ്ത് നിർത്തത്തില്ല. രണ്ടിൻ്റെയും ബെനിഫിറ്റ് ഒരിക്കലും നമുക്ക് കിട്ടാനും പോകുന്നില്ല. അപ്പോൾ നമ്മൾ റെറ്റിനോളും വിറ്റാമിൻ സിയും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെയാണ് സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, അതായത് എക്സ്ഫോളിയേറ്റിംഗ് സാധനങ്ങളും വിറ്റാമിൻ സിയും ഒരുമിച്ച് യൂസ് ചെയ്യുന്നത്. വിറ്റാമിൻ സിയും എക്സ്ഫോളിയേറ്റിംഗ് സാധനങ്ങളും, അതായത് നമ്മളിപ്പോൾ എക്സ്ഫോളിയേറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് അല്ലെങ്കിൽ ലാക്ടിക് ആസിഡ് വിറ്റാമിൻ സിയോട് ഉപയോഗിക്കാം. പക്ഷേ അത് ഫേസ് വാഷിന്റെ രൂപത്തിലായിരിക്കണം. കാരണം നമ്മുടെ സ്കിന്നിൽ ഒരിക്കലും അത് സ്റ്റേ ചെയ്ത് നിർത്താനുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. സ്റ്റേ ചെയ്ത് വയ്ക്കപ്പോഴാണ് നമുക്ക് ഇത് റിയാക്ഷൻ വന്നിട്ട് നമ്മൾ വിറ്റാമിൻ സി വർക്ക് ചെയ്യാതാവുന്നത്. അപ്പോൾ നിങ്ങൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വിറ്റാമിൻ സി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ട് നമുക്ക് വിറ്റാമിൻ സി ഈസിലി അബ്സോർബ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റെറ്റിനോളിന്റെ കാര്യം പറയുകയാണെങ്കിൽ സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് അല്ലെങ്കിൽ ലാക്ടിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ പറയുന്നത് മിക്സ് ചെയ്തുകൂടാന്ന് പറയുന്നത് എപ്പോഴും സിറംസോ ക്രീംസോ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റെറ്റിനോളിന്റെ കൂടെയും വിറ്റാമിൻ സിന്റെ കൂടെയൊക്കെ നമുക്ക് കോൾജിക് ആസിഡ്, ആൽഫ ആർബിറ്റോൻ, അസലിക് ആസിഡ്, ടാനക്സാമിക് ആസിഡ്, ഹൈൽഡ്രോണിക് ആസിഡ്, നയാസിനമൈഡ്, പെപ്റ്റൈഡ്സ് ഒക്കെ നമുക്ക് മിക്സ് ചെയ്യാം. ഒരു കുഴപ്പമില്ല. പിന്നെ വിറ്റാമിൻ സി വാങ്ങിക്കുമ്പോഴത്തേക്കൊന്നും ശ്രദ്ധിക്കേണ്ടത് ഇതിൽ വിറ്റാമിൻ സി പ്ലസ് ഫെറൂലിക് ആസിഡ് ആണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. രണ്ട് റീസൺ ഉണ്ട്. വിറ്റാമിൻ സി നല്ല സ്റ്റേബിൾ ഫോമിൽ നിൽക്കും ഫെറൂലിക് ആസിഡിന്റെ ഹെൽപ്പിൽ. കാരണം ഫെറൂലിക് ആസിഡ് നമ്മുടെ ആന്റി ഓക്സിഡന്റിനെ നശിച്ചു പോകാതിരിക്കാനായിട്ട്, അതായത് അതിന്റെ ആന്റി ഓക്സിഡന്റ് പെട്ടെന്ന് ഡീനാച്ചുറഡ് ആവാതെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഫെറൂലിക് ആസിഡിന് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിറ്റാമിൻ സി വിത്ത് ഫെറൂലിക് ആസിഡ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ നല്ല ഓപ്ഷനാണ്. അത് നമ്മുടെ ഡീകൺസ്ട്രക്റ്റിലുണ്ട്, മിനിമലിസ്റ്റിലുണ്ട്, അതുപോലെ ഫോക്സ്റ്റെയിലും ഉണ്ട്. ഇതൊക്കെ നല്ല ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാന്ന് വെച്ചാൽ, നമ്മൾ മിക്സ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഒരുമിച്ച് വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് കിട്ടും. ചെയ്യാൻ പാടില്ലാത്ത സാധനങ്ങൾ ഒരിക്കലും മിക്സ് ചെയ്യാനും പാടില്ല. അങ്ങനെ നിങ്ങൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഭയങ്കര വലുതായിരിക്കും. ഒരുപാട് സ്കിൻ ഡാമേജസ് വരും, നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും, ഒരുപാട് പേർജിങ് വരും, മൂക്കുരുകൾ ഒരുപാട് വരും, നമുക്ക് സൺ ഡാമേജ് വരും. അങ്ങനെ ഒരുപാട് റീസൺ ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എന്ത് യൂസ് ചെയ്തില്ലെങ്കിലും മസ്റ്റായിട്ട് സ്കിൻ കെയർ യൂസ് ചെയ്യേണ്ട കാര്യമാണ് സൺസ്ക്രീൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ഏതൊക്കെ സാധനം ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ വിറ്റാമിൻ സി എടുക്കുകയാണെങ്കിൽ വിറ്റാമിൻ സി ഫേസ് വാഷിന്റെ രൂപത്തിൽ യൂസ് ചെയ്യുന്നതാണോ നല്ലത്, അതേ വിറ്റാമിൻ സി ഒരു സിറത്തിന്റെ രൂപത്തിൽ യൂസ് ചെയ്യുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ എപ്പോഴും സിറത്തിന്റെ രൂപത്തിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം എന്ന് വെച്ചാൽ സിറത്തിന്റെ രൂപത്തിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ കുറച്ച് നേരം കൂടെ അത് നിൽക്കും. ആ നിൽക്കുന്നത് കാരണം നമ്മുടെ സ്കിന്നിൽ അത്രയും നേരം അതിന് വർക്ക് ചെയ്യാനുള്ള ടൈം കിട്ടും. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റ്നസിന് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല വിറ്റാമിൻ സി നമ്മൾ സൺറൈസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ആന്റി ഓക്സിഡന്റ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ അത് നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ വിറ്റാമിൻ സി എപ്പോഴും ഒരു സെറത്തിന്റെ രൂപത്തിലാണ് യൂസ് ചെയ്യേണ്ടത്. ഫേസ് വാഷിനേക്കാളും നല്ലത്, മോയ്സ്ചറൈസറിനേക്കാളും നല്ലതെന്ന് പറയാൻ കാരണം മോയ്സ്ചറൈസറിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വിറ്റാമിൻ സി മോയ്സ്ചറൈസറിൽ എടുക്കുകയാണെങ്കിൽ 2% മാക്സിമം, നമ്മൾ സെറത്തിലോട്ട് പോവുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് 5% കിട്ടും. മാക്സിമം ഉള്ള 50-20% നമുക്ക് കിട്ടും. പിന്നെ 20 വേണം എന്നില്ല, 10% വരെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടും. പിന്നെ നമ്മൾ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ട്രിക്കിയാണ്. സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് നല്ലതാണ്, സെറവും നല്ലതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഡെയിലി സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഫേസ് വാഷിന്റെ രൂപത്തിലാണ്. കാര്യം എന്ന് വെച്ചാൽ 1% നമ്മൾ ഡെയിലി എക്സ്ഫോളിയേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. മാത്രമല്ല നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഒരു 1 to 2 മിനിറ്റ്സ് സ്കിന്നിലൊന്ന് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ, അതായത് റെറ്റിനോൾ, വിറ്റാമിൻ സി പോലെയുള്ള സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ സിറത്തിന്റെ ഫോമിലാണ് നമ്മൾ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്നതിൽ അത് പറ്റത്തില്ല. സോ അതുകൊണ്ട് ഏറ്റവും നല്ലത് ഫേസ് വാഷിന്റെ രൂപത്തിൽ യൂസ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് നല്ല പിമ്പിൾസ്, എക്സ്ട്രീംലി ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ വീക്കിലി വൺസോ ടോയ്സോ സിറമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടും തെറ്റില്ല, നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വീക്കിലി വൺസോ ടോയ്സോ സിറമായിട്ടോ അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്ന 1% സിറമായിട്ടോ യൂസ് ചെയ്തതിന് തെറ്റില്ല. പക്ഷെ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണ്, നിങ്ങൾ എക്സ്ഫോളിയേഷൻ ആണ് നിങ്ങളുടെ മെയിൻ കൺസേൺ എങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് എപ്പോഴും ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വിറ്റാമിൻ സിയും റെറ്റിനോളൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ഫേസ് വാഷാണ് ബെസ്റ്റ് ഓപ്ഷൻ സിറത്തിനേക്കാളും ക്രീമിനേക്കാളും. പിന്നെ
ഒക്കേഷനലി വീക്കിലി വൺസോ ടോയ്സോ നിങ്ങൾക്ക് നൈറ്റ് ഗ്ലൈക്കോളിക് ആസിഡ് ക്രീമായിട്ടോ സെറമായിട്ടോ യൂസ് ചെയ്താലും മതി. അപ്പം അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് റൈസ് വാട്ടർ വേണമെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഫേസ് വാഷിന്റെ രൂപത്തിലാണ് നല്ലത്. ഈവൻ ഒരുപാട് നല്ല റൈസ് വാട്ടർ ഫേസ് വാഷുകൾ അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഫേസ് ഷോപ്പിന്റെ റൈസ് വാട്ടർ ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ വേണമെങ്കിൽ നമുക്ക് ഒരു ഹൈഡ്രേഷൻ വേണമെങ്കിൽ റൈസ് വാട്ടറിന്റെ ഒരു ടോണേഴ്സ് നല്ലതാണ്. നമ്മുടെ പ്ലമ്മിന്റെ റൈസ് വാട്ടർ ടോണർ അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ. അപ്പൊ അത് അങ്ങനെ യൂസ് ചെയ്യും. റൈസ് വാട്ടർ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് അല്ല, ആന്റി ഓക്സിഡന്റ് ആണ്. അത് നമ്മൾ വിറ്റാമിൻ സി യൂസ് ചെയ്താലും കിട്ടും. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് ഹൈഡ്രേഷൻ ഒക്കെ വേണമെങ്കിൽ പ്ലമ്മിന്റെ ഒരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ അടുത്ത നിങ്ങൾക്ക് ഒരു കോജിക് ആസിഡ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണെങ്കിൽ എപ്പോഴും സെറമോ ക്രീമോ ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ആൾക്കാർക്ക് ഡൗട്ട് വരാറുണ്ട്, ക്രീമാണോ മോയ്സ്ചറൈസർ ആണോ എന്നല്ലാന്ന്. ക്രീം മോയ്സ്ചറൈസറും എടുക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ കോജിക് ആസിഡ് ക്രീം എന്ന് പറഞ്ഞാൽ അവർ ഹൈഡ്രേഷനേക്കാളും അതിനകത്ത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം നമുക്ക് എപ്പോഴും ആ ക്രീം യൂസ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അല്ല മോയ്സ്ചറൈസിങ് ക്രീം ആയിട്ടാണ് വരുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ക്രീം മാത്രമേ യൂസ് ചെയ്താൽ മതി. അപ്പം അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി. ഇൻ ടോട്ടൽ നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും നമ്മൾ സ്കിന്നിൽ സ്റ്റെയിൻ ആയിട്ട് നിൽക്കേണ്ട സാധനങ്ങൾ സെറമായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ ജസ്റ്റ് ഡെയിലി യൂസ് ചെയ്ത് കഴുകി കളയാൻ പറ്റുന്ന ടൈപ്പ് ആക്റ്റീവ്സ് ആണെങ്കിൽ, അതായത് എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ്സ് ഒക്കെ ആണെങ്കിൽ ഫേസ് വാഷിന്റെ രീതിയിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഒരുവിധം ഡൗട്ട്സ് ഒക്കെ മനസ്സിലായാലും ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് അടുത്ത പ്രാവശ്യം കേട്ടോ. അപ്പോൾ ഈ ആഴ്ചത്തെ Q&A ഇവിടെ തീരുകയാണ്. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസും ഞാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നമ്മൾ ചാനലിൽ വരുത്തണമെങ്കിൽ അതും പറയുക. അപ്പോൾ നമുക്കത് ഓരോ പ്രാവശ്യമായിട്ട് ചെറിയ ചെറിയ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.